മാപ്പിള കലാപത്തിനെതിരെ സംസാരിച്ചെന്നതും നെഹ്റു കുടുംബത്തിൽ പിറന്നില്ല എന്നതുമാണ് കോൺഗ്രസിന് ചേറ്റൂർ ശങ്കരൻ നായർ അനഭിമിതനാവാൻ കാരണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് പാലക്കാട് മങ്കരയിൽ ബിജെപി നടത്തിയ ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അനാദരിച്ചിട്ടുള്ള സ്വതന്ത്ര സമര സേനാനികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതുതന്നെയാണ് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത് എന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരോടെല്ലാം കാണിച്ചിട്ടുള്ള അനാദരവ് തന്നെയാണ് കോൺഗ്രസ് ചേറ്റൂരിനോടും കാണിച്ചിട്ടുള്ളത്. ബി.ജെ.പിയെ കണ്ടെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ചേറ്റൂരിനെ ഓർക്കുന്നതിൽ സന്തോഷമുണ്ട്. കാലങ്ങളായി കോൺഗ്രസ് രാജ്യവും കേരളവുമൊക്കെ ഭരിച്ചിട്ടും എ.ഐ.സി.സിയുടെ ആദ്യത്തെയും അവസാനത്തെയും മലയാളിയായ അധ്യക്ഷന് ഒരു സ്മാരകമില്ല എന്നതും സ്മൃതി കുടീരത്തിലേക്ക് ഒരു വഴി പോലുമില്ലാതെ കാടുമൂടിക്കിടക്കുന്നു എന്നതും ലജ്ജാകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലും സംസ്ഥാനത്തും അവർ അദ്ദേഹത്തെ വിസ്മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരെ അനാദരിക്കുകയും അപമാനിക്കുകയുമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് അറിയാൻ സാധിക്കും. ഞങ്ങൾക്കിന്ന് സന്തോഷമുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദിജിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയും ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ സാധിച്ചത്. ഏതായാലും ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരെ ദേശസ്നേഹത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്നുള്ളതിലെ ചാരിതാർത്ഥ്യം ഞാൻ ആമുഖമായി തന്നെ പ്രകടിപ്പിക്കുകയാണ്. രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ പാത സ്വീകരിച്ചവരെ വിസ്മരിക്കുകയും രാഷ്ട്രത്തിൻ്റെ സ്വത്ത് കുടുംബത്തിൻ്റെ സ്വത്താക്കി മാറ്റിയിട്ടുള്ള സോണിയ, രാഹുൽ, പ്രിയങ്ക, ബാദ്ര കുടുംബത്തെയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം മാതൃകയായി സ്വീകരിച്ചത്. ഞാൻ പറയുന്നത് ഒരു മലയാളിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യത്തെയും അവസാനത്തെയും ആളാണ്. പക്ഷേ എന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ് അദ്ദേഹത്തെ അനാദരിക്കാൻ ആണ് തയ്യാറായത്. കാരണം അദ്ദേഹത്തിന് 1921 വംശീയ കലാപത്തോട്, മാപ്പിള കലാപത്തോട് അദ്ദേഹത്തെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതൊരു വംശീയ കലാപമാണെന്ന് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി സമൂഹത്തോട് തുറന്നു പറഞ്ഞ ആളാണ്. അതാണ് മഹാത്മജിയൊക്കെ ഏറ്റെടുത്തത്. അതിൽ മുസ്ലിം ലീഗിന് അതിർത്തിയുണ്ട്, തീവ്രവാദ സംഘടനകൾക്ക് അതിർത്തിയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടുകൊണ്ട്, തീവ്രവാദ സംഘടനകളെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഈ ചേറ്റൂർ ശങ്കരൻ നായരോട് അനാദരവ് കാണിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ഞങ്ങൾ ആരോപണം. നിങ്ങൾ ഈ ഏറ്റെടുക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് പഴയകാല കുറേ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് സ്മരിക്കാൻ സാധിച്ചല്ലോ. അവർ വിസ്മൃതിയിലാണ്ട് പോയതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും വാദ്രയുടെയും നേതൃത്വത്തിലെ കോൺഗ്രസിന് അവകാശമില്ല. പാലക്കാട് മങ്കരയിലെ ചേറ്റൂർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ ചേറ്റൂർ അനുസ്മരണം ആരംഭിച്ചത്. തുടർന്ന് മങ്കര വെള്ളാറോഡിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ചേറ്റൂരിന്റെ കൊച്ചുമോൻ ചേറ്റൂർ കൃഷ്ണൻ നായർ, മറ്റു കുടുംബാംഗങ്ങളായ ഗീത, ജാനകി എന്നിവരെ ആദരിച്ചു. ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ഷൺമുഖൻ, മറ്റ് ജില്ലാ നേതാക്കളായ സി മധു, ശ്രീകുമാരൻ, കെ വേണു, ഉഷ ബാലചന്ദ്രൻ, കെ എം ബിന്ദു, ടി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.